ഹായ് എവരി വൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ലെങ്തി ആയിട്ടുള്ള 50 മിനിറ്റിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? ബോട്ട് ഗ്രാഫ് ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ബോട്ട് ഗ്രാഫിനെ കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ബോട്ട് ഗ്രാഫിന്റെ കേസുകളിൽ പഠിച്ചു മോഡുലസ് ഓഫ് എക്സ് മൈനസ് ത്രീ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ടു എന്നൊക്കെ ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും നമ്മൾ പഠിച്ചു. ഇത് ഓർക്കുക, ഞാൻ പറഞ്ഞ ആ മെത്തേഡ് യൂസ് ചെയ്യാവുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് 1 ആകുമ്പോൾ മാത്രമേ ഡയറക്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റൂ. ആൻഡ് മോഡുലസുകൾ കണക്ട് ചെയ്യുന്നത് പ്ലസ് ആകുമ്പോൾ മാത്രമേ പറ്റൂ. ഇതിപ്പോ മൈനസ് വെച്ച് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് എന്ത് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണ്, ഇതല്ലെങ്കിലും പറ്റില്ല. ഇതിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം. ഇതില് ഇങ്ങനെ വരയ്ക്കുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് 3യും -2 അല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്സ് അല്ലെ? പിന്നെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ബോട്ട് വരയ്ക്കുക. ഇങ്ങനെ ഒരു ബോട്ട് പോകുന്നു, ഇങ്ങനെ ഒരു ബോട്ട് പോകുന്നതായിട്ട് വരയ്ക്കും അല്ലെ? ഈ റൈറ്റ് സൈഡിലുള്ള ബോട്ടിന്റെ ഈ ലൈനിൽ എന്താണ്, എല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. കാരണം 3യെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്താൽ 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അന്നേരം അതിനെ ആസ് സച്ച് അങ്ങ് എഴുതാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ആ മോഡുലസ് റിമൂവ് ചെയ്തിട്ട് 2x-1 എന്ന് എഴുതുന്നത്. അതേപോലെ തന്നെ ഇതിന് ലെഫ്റ്റിലോട്ടുള്ള -2ൽ നിന്ന് കുറവായിട്ടുള്ള എന്ത് വാല്യൂ ഇട്ടാൽ ലെറ്റ്സ് സേ -5 ഇട്ട് കൊടുത്താൽ ഇതിന് നെഗറ്റീവ് വരും, ഇതിന് നെഗറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടിന്റെയും നെഗറ്റീവ് ഓഫ് എടുക്കുന്നത്. അതായത് 3 മൈനസ് എക്സും -2 എടുക്കും അല്ലെ? അതായത് -2x+1 എന്ന് ഇതെടുക്കും. അതായത് ഇതിന്റെ നെഗറ്റീവ് തന്നെയാണ് ഇവിടെ തൊട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്ക് എന്താ വരുന്നത്? ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ നമ്മൾ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 3 വരും, 5 വരും. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ ക്രിട്ടിക്കൽ പോയിന്റ് മൈനസ് ഇത് ക്രിട്ടിക്കൽ പോയിന്റ് 3 മൈനസ് ഓഫ് -2 5. അതായത് ഇത് y is equal to 5 എന്ന് പറയുന്ന ഗ്രാഫാണ്. ഇത് y is equal to 2x-1 ആണ്. ഇത് y is equal to -2x+1 ആണ്. ഇതായിരിക്കണമല്ലോ ഇതിന്റെ ടോട്ടൽ ഗ്രാഫ്. അങ്ങനെയാണ് ബോട്ട് ഷേപ്ഡ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഇത് നമുക്ക് ചിലരിങ്ങനെ ബോട്ട് ഷേപ്ഡ് വരയ്ക്കാതെ വേറൊരു രീതിയിലും ചെയ്യാറുണ്ട്. അതും നിങ്ങൾക്കൊന്ന് പറഞ്ഞേക്കാം. നിങ്ങളിപ്പോ സാർ അത് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞാലോ, എക്സും വൈയും എന്നിങ്ങനെ ഒരു കോളം വരയ്ക്കുക. എന്നിട്ട് ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് വരയ്ക്കുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതാ? 3യും -2 വരയ്ക്കുക. പിന്നെ ക്രിട്ടിക്കൽ പോയിന്റ്സിന് വലിയ ക്രിട്ടിക്കൽ പോയിന്റിനെക്കാളും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ, അതായത് 5 ഇട്ട് കൊടുക്കുക. ചെറിയ ക്രിട്ടിക്കൽ പോയിന്റിനെക്കാട്ടിലും കുറവായിട്ടുള്ള ഒരു വാല്യൂ, അതായത് -2നെക്കാളും കുറവ് -3 ഇട്ട് കൊടുക്കുക. ഇനി ഈ വൈയിൽ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. x is equal to 3 വന്നു കഴിഞ്ഞാൽ y is equal to എത്ര? 5 വരും. x is equal to -2 വന്നു കഴിഞ്ഞാൽ എത്ര? y is equal to 5 എന്ന് വീണ്ടും വരും. അതേപോലെ തന്നെ x is equal to 5 വന്നു കഴിഞ്ഞാൽ y is equal to എത്ര വരുന്നത്? x is equal to 5 വന്നാൽ y is equal to 2. ഇവിടെ 2 ആകും, ഇവിടെ 7 ആകും അല്ലെ? അതായത് മൊത്തത്തിൽ 9 ആയിട്ട് വരും. x is equal to -3 വന്നാൽ ഇത് 6 വരും, ഇത് 1 വരും, 7 ആയിട്ട് വരും. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെയും വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വരയ്ക്കുക. 0 1 2 3 4 5 -1 -2 -3 1 2 3 4 5 എവിടെ വരെ വേണം? 6 7 8 9 വരെ വരുന്നു ഇവിടെ. ഓക്കെ, ആയിക്കോട്ടെ. ഇപ്പൊ എന്താണ്, x3 വരുമ്പോൾ y5 എന്നുള്ള ഇങ്ങനെയാണല്ലോ ഗ്രാഫ് വരയ്ക്കുന്നത്. x കോർഡിനേറ്റും y കോർഡിനേറ്റും മാർക്ക് ചെയ്യുക. x -2 വന്നപ്പോഴും 5 എന്ന് വന്നു, ഇതും മാർക്ക് ചെയ്യുക. x5 വന്നപ്പോഴത്തേക്കും 9 ഇവിടോട്ട് പോയി. x-3 വന്നപ്പോഴത്തേക്ക് 7 ഇങ്ങനെ അല്ലെ? ഇനി ഇതിനെ കണക്ട് ചെയ്യുക. ഈ 4 പോയിന്റുകളെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് നമ്മുടെ ഗ്രാഫ് തന്നെ ആയിരിക്കും. ഇങ്ങനെയും വരയ്ക്കാവുന്നതാണ്. ഇങ്ങനൊക്കെ പല മെത്തേഡുകളിലും പഠിപ്പിക്കും. പക്ഷെ ഇതെല്ലാം ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇത് ഓർത്ത് വെക്കുന്നതാണ്. ഈ പ്ലസിന്റെ കേസുകളിൽ എളുപ്പം. ഇനി നമ്മൾ പ്ലസിന്റെ കേസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് 1 അല്ലാത്ത കേസുകളിൽ എന്ത് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഞാനൊരു ചോദ്യം ആദ്യം മൈനസ് വരുന്ന കേസിൽ എന്താ ചെയ്യുന്നത് നോക്കാം. y is equal to മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് -3. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇങ്ങനെ തന്നെ ഇത് വരയ്ക്കാം. എക്സും വൈയും വരച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ക്രിട്ടിക്കൽ പോയിന്റ്സ്? 0 ഉണ്ട്, 3 ഉണ്ട്. 0ക്കാട്ടിലും ചെറിയൊരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് എടുക്കാം, ഒരു പോയിന്റ് എടുക്കാം -1. 3യെക്കാട്ടിലും കൂടിയ ഒരെണ്ണം എടുക്കാം, 4 എടുക്കാം. 0 ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇട്ട് കൊടുക്കുക. x0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആകും, ഇവിടെ 3 ആകും. മോഡുലസ് ഓഫ് -3 3 ആണ്. മൈനസ് ഓഫ് -3 എന്ന് പറഞ്ഞാൽ -3 ആകും. അതേപോലെ തന്നെ x3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 3 ആകും, ഇത് 0 ആകും. സോ 3 വാല്യൂ വരും. x-1 ഇട്ട് കൊടുത്താൽ -3 എന്ന് വരും. x4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഇനിയിപ്പോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രാഫ് വരയ്ക്കാനായിട്ട് നോക്കാം. 0 1 2 3 4
-1 -2 -3 1 2 3 4 അല്ലെ? എക്സ് 0 വരുമ്പോൾ y എത്രയാണ്? -3 -1 -2 -3. ഓക്കെ, എക്സ് 0 വരുമ്പോൾ y -3. എക്സ് 3 വരുമ്പോൾ y 3, അതായത് ഈ പോയിന്റ് 3,3 വരും. എക്സ് -1 വരുമ്പോൾ y -3, അതിവിടെ വന്നു. എക്സ് 4 വരുമ്പോഴും 3, അതായത് ഇനി ഇങ്ങോട്ടേക്ക് ആദ്യം ഈ പോയിന്റും ഈ പോയിന്റും കണക്ട് ചെയ്യാം, പിന്നെ ഈ പോയിന്റും ഈ പോയിന്റും കണക്ട് ചെയ്യാം. ഇനി എല്ലാം അങ്ങ് നേരെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഈ പോയിന്റും ഈ പോയിന്റും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനും നേരെ അങ്ങ് പോവാം. അന്നേരം ഇങ്ങനെ ഒരു നമ്മൾ ഇസഡിനെ തിരിച്ചെഴുതിയ ഷേപ്പ് ഓഫ് ഗ്രാഫ് ആയിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് നെഗറ്റീവ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് 1ഉം കണക്ഷൻ മൈനസ് വെച്ചിട്ടും രണ്ടെണ്ണത്തിന്റെ കേസുകൾ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അന്നേരം നമുക്കിപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഗ്രാഫ് എന്താണ്. സി 3യെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അതായത് എക്സ് മൈനസ് ഓഫ് എക്സ് -3 എന്ന് വരും, അതായത് +3 എന്ന് വരും. ഇത് y = 3. അതേപോലെ തന്നെ എക്സ് അടുത്ത ക്രിട്ടിക്കൽ 0യെക്കാട്ടിലും ചെറുതാണ്, -1 ഇട്ട് കൊടുത്താൽ ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. അതായത് ഇതിനെ നമുക്ക് -x മൈനസ് ഓഫ് 3 - x എന്ന് വരത്തില്ലേ, അതായത് -x -3 + x, അതായത് -3. ഇത് y = -3 എന്നായിരിക്കും ഈ ഗ്രാഫിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ എന്തെന്ന് വരും? ഇവിടെ അതായത് 0യ്ക്കും 3ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമ്മൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും, അതായത് ഇത് x എന്ന് വരും, ഇത് 3 - x എന്ന് വരും. തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? 2x - 3 എന്നാകും. സോ ദിസ് ഇസ് y = 2x - 3 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് എഴുതുന്നത്. കാര്യം പിടികിട്ടിയല്ലോ എങ്ങനെ ഇതിന്റെ ഗ്രാഫ് ഒക്കെ വരയ്ക്കാന്ന്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫിന്റെ y = ഇതിന്റെ ഡൊമെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് x ആക്സിസിലോട്ട് പോകുന്നുണ്ട്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം വാല്യൂ ഓഫ് y -3ഉം മാക്സിമം വാല്യൂ 3ഉം ആണ്. സോ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ വിൽ ബി ഫ്രം -3 to 3. ഓർത്തു വെക്കുക. കാര്യം പിടിയിട്ടില്ല. കാരണം എന്താ വരുന്നതെന്ന് മറ്റേ ബോർഡ് ഷേപ്ഡ് ഗ്രാഫ് പോലെ അല്ല, ഇവിടെ വരെ പോകുന്നുള്ളൂ, ഇതിനപ്പുറത്തോട്ട് എങ്ങും പോകുന്നില്ല. ഈ മൈനസ് വരുമ്പോ ഇങ്ങനെ ഒരു പ്രത്യേകത ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ കാര്യം പിടിയിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ചോദ്യം ചെയ്യാം. വേർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇസ് നോട്ട് പോസിറ്റീവ്, നോട്ട് 1 എന്ന് വരുന്ന കൈൻഡ് ഓഫ് കേസ് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ ചോദ്യം എന്ത് ചെയ്യുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. ഓക്കെ ഓക്കെ, ഈ മോഡുലസ് ഓഫ് 4x + 3 പ്ലസ് മോഡുലസ് ഓഫ് 3x - 4 is equal to 12. അതായത് ഇതൊരു ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നിങ്ങളോടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇതിപ്പം നിങ്ങൾ കേസ് വൈസ് ആയിട്ട് എഴുതി x > 0, x <0 അങ്ങനത്തെ കേസ് ഒക്കെ എഴുതി ചെയ്യാം. അതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. അതിനെക്കാട്ടിലും മുന്നേ നിങ്ങൾ ഓർക്കുക, ഇഫ് f of x is equal to g of x എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ആദ്യം f of x ന്റെ ഗ്രാഫ് വരയ്ക്കുക, അതേ ഗ്രാഫിൽ തന്നെ g of x ന്റെ ഗ്രാഫ് വരയ്ക്കുക. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും x ന്റെ വാല്യൂ. എക്സാമ്പിൾ ആയിട്ട് ഇഫ് x² is equal to x എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ x വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം f of x is equal to x² ന്റെ ഗ്രാഫ്, അത് നിങ്ങൾ ഇങ്ങനല്ലേ വരയ്ക്കുന്നത്, x² ന്റെ ഗ്രാഫ് ഇങ്ങനെ. അടുത്തത് f of x is equal to x ന്റെ ഗ്രാഫ്, അതായത് y is equal to x ന്റെ ഗ്രാഫ് വരയ്ക്കാം. ഇത് രണ്ടും എവിടെ പോയി ഇന്റർസെക്ട് ചെയ്യും? ഇവിടെ 0,0യിൽ ഡെഫിനറ്റ്ലി ഇന്റർസെക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ x 1 ആവുമ്പോൾ y ഉം 1 ആല്ലേ, 1,1ലും ഇന്റർസെക്ട് ചെയ്യും. അന്നേരം എന്തൊക്കെയാ ഇതിന്റെ സൊല്യൂഷൻ? x is equal to 1ഉം പോസിബിൾ ആണ്, x is equal to 0യും പോസിബിൾ ആണ്. ഇത് രണ്ടുമേ ഇതിന്റെ പോസിബിലിറ്റി ഉള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻസ്, രണ്ട് ഫംഗ്ഷൻസ് ഇക്വേഷൻസ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് എൻ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് ഇതാണ്. ഓക്കെ, കാര്യം പിടിയിട്ടില്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. മോഡുലസ് ഓഫ് 4x + 3 പ്ലസ് മോഡുലസ് ഓഫ് 3x - 4 is equal to 12. നമുക്ക് ഇതിനായിട്ട് ഗ്രാഫ് വീണ്ടും വരയ്ക്കാം. നമ്മുടെ ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ ഇതിന്റെ രണ്ടിന്റെ ഗ്രാഫ് വരയ്ക്കുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് എത്ര? ഇത് ക്രിട്ടിക്കൽ പോയിന്റ് 4x + 3 0 എടുത്ത x -3/4, 3x - 4 0 എടുത്ത x is equal to 4/3 എന്നുള്ള രണ്ട് പോയിന്റ്സ് കിട്ടി അല്ലെ. ഇവിടെ നമുക്കൊരു ഇതൊക്കെയാണ് നമുക്കുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇത് രണ്ടുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനിയിപ്പം കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വള്ളം വരച്ചങ്ങ് പോകും അല്ലെ. പക്ഷെ ഇവിടെ വള്ളം വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത്
നമുക്ക് നോക്കാം എക്സ് ഇസ് ഈക്വൽ ടു -3/4 കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -3/4 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. y വാല്യൂ എത്രയാണ് വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു -3/4 കൊടുക്കുമ്പോൾ y വാല്യൂ എന്ന് പറയുന്നത് -9/4 -4, അതായത് -25/4 എന്നുള്ള ഒരു വാല്യൂ ആയിട്ട് വരും അല്ലെ. y വാല്യൂ എന്ന് പറയുന്നത് y വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇറ്റ്, അതായത് 25/4 എന്ന് പറയുന്ന ഒരു വാല്യൂ, അതായത് 6 പോയിന്റ് സംതിങ് അല്ലെ. ഇത് 25/4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചെല്ലും. അതേപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 4/3 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. 4/3 കൊടുത്തു കഴിഞ്ഞാൽ 16/3 +3, അതായത് 25/3 എന്നാകും അല്ലെ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25/3 എന്നാകും. അതായത് ഇച്ചിരി കൂടെ മുകളിൽ 25/4നെക്കാട്ടിലും മുകളിലല്ലേ 25/3 എന്ന് പറയുന്നത്, ഇച്ചിരി കൂടെ മുകളിലോട്ടാകും. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പം എക്സും വൈയും വരയ്ക്കുക, ഇങ്ങനെ എടുക്കുക, ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇട്ട് കൊടുക്കുക. -3/4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -3/4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. -3/4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -9/4 -25/4 എന്ന് വരും അല്ലെ. അതേപോലെ 4/3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയിപ്പോ, ഇത് 16/3 16 + 9 25/3 എന്ന് തന്നെ നമുക്ക് വന്നു. ഇനി ഇതിനെക്കാട്ടിലും കൂടിയൊരു വാല്യൂവും ഇതിനെക്കാട്ടിലും കുറഞ്ഞൊരു വാല്യൂ -3/4 -1 ഇട്ട് കൊടുക്കാം. -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വാല്യൂ എത്ര വരുന്നത്? ഇത് -4, ഇത് 1 ആകും, ഇത് -3 -7 അല്ലെ, 7 ആകും അല്ലെ. അതായത് 8ലേക്ക് പോകും, 8ലേക്ക് പോകുന്നതായിട്ട് കാണും. 8 സംവെയർ ഹിയർ അല്ലേ, അതെ. ഇത് 8ലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ഇപ്പം 4/3 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ഇത് 8 എന്ന് വരും. 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 11 എന്ന് വരും. ഇവിടെ 6 - 4 13 എന്ന് വരും. 13 എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും മുകളിലോട്ട് 2 ഇട്ട് കൊടുത്ത് ഇങ്ങനെ പോകുന്നതായിട്ടാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ വരും. ഇവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങനെ പോകും, ഇവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങനെ ഒന്ന് പോകും. അതായത് ചരിഞ്ഞൊരു വള്ളമായിട്ട് വരും, ശരിയല്ലേ? ഇതൊരു ചരിഞ്ഞ വള്ളമായിട്ട് വരും. അന്നേരം റൈറ്റ് മോസ്റ്റ് സൈഡിൽ എന്താണ് എല്ലാം പോസിറ്റീവ് ആയിട്ട് വരുന്നത്, അതായത് 7x - 1 എന്ന് വരും. ഇവിടെ അതിന്റെ നെഗറ്റീവ് തന്നെ ആയിരിക്കും 1 - 7x. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ഇത് പോസിറ്റീവും അല്ലെ, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയിട്ട് വരും. അതായത് 4x + 3 + 4 - 3x എന്ന് വരത്തില്ലേ. അതായത് ഇത് 7 - x എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരും അല്ലെ. 7 + x, സോറി, ഇത് 7 + x എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരും. ഇത് y = 7 + x. ഇങ്ങനെ വേണം നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ. കാര്യം പിടിയിട്ടില്ലോ എങ്ങനെയാ ഇത് ഗ്രാഫ് വരയ്ക്കണത്? പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരയ്ക്കാം. സോ സിമ്പിൾ ആയിട്ട് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ഓർക്ക് ഇതൊരു വളഞ്ഞ വള്ളമായിരിക്കും കോഎഫിഷ്യന്റ് മാറുമ്പോൾ, ആൻഡ് ടിൽറ്റഡ് മോർ ടുവേർഡ്സ് ദ ഗ്രേറ്റർ കോഎഫിഷ്യന്റ് പോയിന്റ്. ഗ്രേറ്റർ കോഎഫിഷ്യന്റ് ഏതാണ്? ഇത് 4x-ന്റെ 4 അല്ലേ ഗ്രേറ്റർ കോഎഫിഷ്യന്റ്, അതിനോട് ചേർന്നിട്ടായിരിക്കും കൂടുതൽ വളഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഗ്രാഫ്. നേരെയുള്ള ഒരു വള്ളമല്ല. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് മാറിക്കഴിഞ്ഞാൽ അത് ഓർത്ത് വെക്കുക. കാരണം പിന്നീട് ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പറയല്ലോ, അന്നേരം ഇതിന്റെ ഗ്രാഫായി. ഇത് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഇത് f(x) = g(x) കൈൻഡ് അല്ലേ. അന്നേരം നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? രണ്ടിന്റെയും ഗ്രാഫ് വരയ്ക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അടുത്ത എന്താ? റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഗ്രാഫ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? y = 12 ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അത് ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ലേ പോകുന്നത്. ദിസ് ഇസ് y = 12 അല്ലെ. ഇതിന്റെ സൊല്യൂഷൻ പോയിന്റ്സ് എവിടേക്കാ? ഈ പോയിന്റും വരും, ഈ പോയിന്റും വരും. അതായത് ഇവിടെയും y = 12 വിട്ട് x കണ്ടുപിടിക്കുക, ഇവിടെയും y = 12 വിട്ട് x കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. അതായത് 7x - 1നെ 12 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ x = 13/7 എന്ന് കിട്ടി അല്ലെ. x = 13/7 എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടി. അതേപോലെ തന്നെ 1 - 7x-നെ 12 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 7x = -11 എന്ന് കിട്ടി. x = -11/7. So x is -11/7 ഇവിടെ, x is 13/7 ഇവിടെ. ഇത് രണ്ടുമായിരിക്കണം x ന്റെ values. The value of x which satisfies this should be this. എളുപ്പമല്ലേ? ഗ്രാഫ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നല്ലേ എളുപ്പം, ഏറ്റവും എളുപ്പം. ലെഫ്റ്റ് സൈഡിലെ ഗ്രാഫ് വരയ്ക്കുക, റൈറ്റ് സൈഡിലെ ഗ്രാഫ് വരയ്ക്കുക, എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു നോക്കുക, അതായിരിക്കണം നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് വരച്ചല്ലോ. അപ്പൊ നമ്മൾ രണ്ട് കേസുകളും കണ്ടു. ആദ്യം കണ്ടത് നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് ഒരു z റിവേഴ്സ് ചെയ്ത ഒരു ഷേപ്പിൽ വരുന്നതായിട്ട് കണ്ടു. പിന്നെ ഏതൊരു ഗ്രാഫ് കിട്ടിയാലും എങ്ങനെ വരയ്ക്കാമെന്നും നമ്മൾ കണ്ടു അല്ലെ. ഇങ്ങനെ ഇപ്പൊ ഒരു നെഗറ്റീവിന്റെ പോസിറ്റീവിന്റെ എന്ത് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ പെട്ടെന്നായിട്ട്. മോസ്റ്റ്ലി പ്ലസിന്റെ കേസസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബോട്ട് ഷേപ്പ് എപ്പോഴും ഓർത്ത് വെക്കുക.
ഓക്കെ, നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മോഡുലസിനെ എങ്ങനെ രീതിയിൽ വന്നു കഴിഞ്ഞാലും ചെയ്യാനുള്ള പഠിച്ചു. പേടിക്കേണ്ട, എനിക്കറിയാം ഇതൊക്കെ കണ്ടിട്ട് കുറെ പേരുടെ കിളി പോകുന്നുണ്ടായിരിക്കും. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് 11th വരുന്ന പലർക്കും ഇത് പാടായിട്ട് തോന്നും. പേടിക്കേണ്ട, ഇതൊക്കെ ഒരു ബിൽഡ് ചെയ്ത് പോവാണ്. ഇനിയും കുറെ ചാപ്റ്ററുകളിൽ ഈ കേസുകൾ വരും. കേസുകൾ വരുമ്പോൾ ഞാൻ വീണ്ടും ഇത് പറയും. അങ്ങനെ പതുക്കെയാണ് നിങ്ങൾ ജെഇക്ക് പ്രിപ്പയർ ആയി തുടങ്ങുന്നത്. നിങ്ങൾ ഭയങ്കര ഈ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച് പുട്ട് ദ ഫോർമുല ഗെറ്റ് ദി ആൻസർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല ജെഇക്ക്. വളരെ കോൺസെപ്റ്റുവൽ ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് ഓരോ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് വരും. മുന്നിലോട്ട് പോകുന്ന ഓരോ ചാപ്റ്ററിൽ ഇത് അപ്ലൈ ചെയ്ത് പോവുക. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ആരും പേടിക്കേണ്ട, ഇതിനെ ഒരു എൻജോയ് ചെയ്ത് നല്ലൊരു പ്രോസസ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യമെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, സോ ഡോണ്ട് വറി അറ്റ് ഓൾ. ഓക്കെ, അപ്പൊ ഇനിയും നമ്മൾ ഫംഗ്ഷൻസിന്റെയും ഡൊമൈനിന്റെയും ഗ്രാഫിന്റെയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാം നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. ദാറ്റ് ഇസ് ഗ്രാഫ് ബേസ്ഡ് ഓൺ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയാം. ഗ്രാഫ്സ് ബേസ്ഡ് ഓൺ ഇൻഇക്വാലിറ്റീസ്, ഇങ്ങനൊരു കാര്യം അറിയാം. ആദ്യം പല രീതിയിൽ നമുക്ക് ഗ്രാഫ്സ് വരയ്ക്കാം. ആദ്യത്തെ വേവി കർവ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. അടുത്തത് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ട്രാൻസ്ഫോർമേഷൻ വരയ്ക്കാം. പിന്നെ മൂന്നാമത് നിങ്ങൾ കാൽക്കുലസ് യൂസ് ചെയ്തു, അത് നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ, അതായത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പഠിക്കും. ഈ 3 രീതിയിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫിൽ നല്ലൊരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടെങ്കിൽ ജെഇയുടെ ലൈഫ് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് വരും. ഗ്രാഫ് വെച്ച് കുറെ ചോദ്യങ്ങൾ നമ്മൾ ഒന്നും തന്നെ ചെയ്യാതെ ഗ്രാഫ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേവി കർവ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക. ഞാൻ ചോദിച്ചുള്ള കണ്ടത്, നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ y is equal to x cube minus 6x square plus 11x minus 6, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? ഇതിന്റെ ഡൊമൈനും റേഞ്ചും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് നിങ്ങൾക്കറിയാം, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആകുമ്പോൾ നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത x-1 into x-2 into x-3 എന്ന് വരും. ഓക്കെ, ഈ ഒരു ഇത് ഓർത്ത് വെക്കുക. എപ്പോഴും വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഒരു പോളിനോമിയൽ ആണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പഠിക്കാം. പിന്നെന്താ, നമ്മൾ വേവി കർവ് മെത്തേഡ് ആണെങ്കിൽ ചെയ്യുക, ക്രിട്ടിക്കൽ പോയിന്റ്സ് 1, 2, 3 ഇടുക. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്കറിയാം ഇതിന്റെ റൈറ്റ് മോ സൈഡിൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, എല്ലാത്തിനും ഓഡ് പവേഴ്സ് ആയിട്ട് മാറി വരും. ഇതല്ലേ പോസിറ്റീവ്, ഇത് നെഗറ്റീവ് എന്ന് വരില്ലേ? ഇനി ഗ്രാഫ് തുടങ്ങേണ്ടത് നെഗറ്റീവ് ഉള്ള അടുത്തുനിന്ന് ഇങ്ങനെ ഒരു ഗ്രാഫ് അങ്ങ് തുടങ്ങുക. അതായത് രണ്ട് നമ്പറിന്റെ ഇടയ്ക്കുന്ന് തുടങ്ങുക. പിന്നെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ട് ഇൻഫിനിറ്റ്ലി പോകുന്നുണ്ട്, ഇവിടെ അടുത്തത് പോസിറ്റീവ് വന്ന് ടേൺ എടുത്തു പിന്നെ ഇൻഫിനിറ്റ്ലി പോകുന്നുണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഇക്വാലിറ്റി ആയിരുന്നെങ്കിൽ എവിടെ പോസിറ്റീവ് എവിടെ നെഗറ്റീവും കിട്ടും എന്നറിയാം. പക്ഷെ ഇതാണല്ലോ ഈ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ അല്ലെ? ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇസ് ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കും, ഡൊമൈൻ എന്താണ്? വാല്യൂസ് ഓഫ് എക്സ് എവിടെയെങ്കിലും എൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്താണ്? റേഞ്ച് നമുക്കറിയാം, ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുക, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുക. സോ ഇതും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് വേവി കർവ് മെത്തേഡ് വെച്ചിട്ട് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഒരു ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷന്റെയും ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എക്സ് ക്യൂബ് മൈനസ് 3x, ഈ ഒരു ഫംഗ്ഷൻ y is equal to x cube minus 3x നമുക്ക് എങ്ങനെ എഴുതാം? x into x square minus 3 എന്ന് എഴുതാം. that is equal to x into x plus root 3 into x minus root 3 അല്ലേ? a plus b into a minus b is x square minus b square. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 0 root 3 ഇത് മൈനസ് റൂട്ട് 3 അല്ലെ? ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് അല്ലെ? x is equal to 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, x is equal to minus root 3 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, പ്ലസ് റൂട്ട് 3 ക്രിട്ടിക്കൽ പോയിന്റ്. സോ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. ഇനി ഗ്രാഫ് വരച്ചാൽ നമ്മൾ ഇവിടെ നെഗറ്റീവിൽ നിന്ന് തുടങ്ങുക, ഇവിടെ പോസിറ്റീവിലേക്ക് വിട്ടടിച്ചു പോകുന്നു, പോസിറ്റീവിൽ വന്ന് കറങ്ങിത്തിരിഞ്ഞ് നെഗറ്റീവിലേക്ക് വിട്ടടിച്ചു പോകുന്നു. ഇപ്പൊ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. രണ്ടും മനസ്സിലായാലോ? ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഡൊമൈൻ എന്ന് പറയുന്ന എക്സ് ആക്സിസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, റേഞ്ച് എന്ന് പറയുന്ന വൈ ആക്സിസ് എങ്ങനെ മൂവ് ചെയ്യുന്നു. സോ ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് എഴുതാമല്ലോ. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡൊമൈനും റേഞ്ചും നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സോ y is equal to let's say x square minus 5x plus 6 ന്റെ കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ
ദിസ് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതിനെ നമുക്ക് 3 ഉണ്ട് 2 ഉണ്ട് അല്ലെ. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഇടയ്ക്കുള്ള നമ്പറിൽ നിന്ന് നെഗറ്റീവിന്റെ ഇവിടെ ഇങ്ങനെ എടുത്തു, ഇവിടുന്ന് കറങ്ങി ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് കറങ്ങി ഇങ്ങനെ പോകുന്നു. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷെ റേഞ്ച് എന്താ? ഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഒരു റേഞ്ച് ഇവിടുന്നേ തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് അറിയാം. ഓർത്തു വെക്കുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to ax square plus bx plus c അല്ലെ. ഇതാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മിനിമം വാല്യൂ ഓർ മാക്സിമം വാല്യൂ, ഇത് ഇതിന്റെ മിനിമം വാല്യൂ ആണ്. മാക്സിമം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിനിമം വാല്യൂ ഓർ മാക്സിമം വാല്യൂ രണ്ട് കേസ് ആണെങ്കിൽ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷന് രണ്ട് ഗ്രാഫുകളുണ്ട്. ഒരു കേസിൽ മിനിമം വരുന്നത്, ഒരു കേസിൽ മാക്സിമം വരുന്നത്. ഓക്കെ, ഏത് കേസ് കഴിഞ്ഞാലും y is equal to മൈനസ് ഡി ബൈ 4a യില് മാക്സിമം ഓർ മിനിമം വാല്യൂ വരും. എവിടെയാണ്? y is equal to മൈനസ് ഡി ബൈ 4a. d എന്താണ്? ഡിസ്ക്രിമിനന്റ്, അതായത് ബി സ്ക്വയർ മൈനസ് 4ac. അതായത് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a ആയിരിക്കും മിനിമം ഓർ മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ കേസിൽ ഡിസ്ക്രിമിനന്റ് 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a എന്താ വരുന്നത്? a എന്ന് 4 ഇൻറ്റു a എന്ന് പറയുന്ന 1 ആണ്, c എന്ന് പറയുന്നത് 6 ആണ്, മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു a എന്ന് പറയുന്നത് 4 ഇൻറ്റു 1 ആണ് അല്ലെ. എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6, a എന്ന് പറയുന്ന 1, b മൈനസ് 5, c 6 അല്ലെ. അതായത് 24 മൈനസ് എത്രയാ? 25 ഡിവൈഡഡ് ബൈ 4, അതായത് മൈനസ് 1/4 ആണ് ഇതിന്റെ മിനിമം വാല്യൂ. അതായത് റേഞ്ച് എവിടെ നിന്ന് എവിടെ വരെ വരും? അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്ന y is equal to മൈനസ് 1/4 ഇവിടെ നിൽക്കുന്നതെന്നാണ് അർത്ഥം. ഓക്കെ, സോ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് 1/4 ടു ഇൻഫിനിറ്റി വരെ ഇങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് തുടങ്ങി വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്റെ ഈ കാര്യം ഓർത്തുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. ഈ കാര്യമെല്ലാം എന്തുകൊണ്ടാണെന്ന് പഠിക്കും. ഇപ്പൊ ഓർത്തു വെക്കുക, ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മിനിമം വാല്യൂ ഓർ മാക്സിമം വാല്യൂ രണ്ടും വരുന്നത് മൈനസ് ഡി ബൈ 4a യിലാണ്. അതായത് 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a യിൽ മിനിമം ഓർ മാക്സിമം വാല്യൂ കിട്ടുമെന്ന് ഓർത്തങ്ങ് വെക്കുക. ഇപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ മതി. ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ y is equal to x minus 2 the whole power 4 into x minus 4 the whole cube എന്നാണെങ്കിൽ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്താ എഴുതുന്ന? ക്രിട്ടിക്കൽ പോയിന്റ്സ് 4-ലും ഉണ്ട് 2-ലും ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവിൽ നിന്ന് തുടങ്ങുക, ഇങ്ങനെ വരിക, ഇത് പോസിറ്റീവിലേക്ക് പോയി. പക്ഷെ ഇവിടെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വരുമ്പം ഈവൻ പവർ ആയതുകൊണ്ട് തിരിച്ചടിക്കുന്നു. അതായത് ഇവിടെയും നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ഇവിടെയും നെഗറ്റീവ് ആയിട്ട് വരും, ഇവിടെയും നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പം ഡൊമെയിൻ നോക്കുവാണെങ്കിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്താണ്? ഇങ്ങനെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, ഇവിടെ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കും പോകുന്നുണ്ട്. അതായത് ഡൊമെയിനും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, റേഞ്ചും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ് ഈ കേസിലും നമ്മൾക്ക് ഉണ്ടായി വരുന്നത്. കാര്യം പിടിയിട്ടല്ലോ? ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: y is equal to 4x minus 9x square ന്റെ ഡൊമെയിനും റേഞ്ചും. അതായത് x into 4 minus 9x എന്ന് എഴുതാം. അതായത് നമുക്കറിയാം ഇതിനു മുന്നേ തന്നെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾക്ക് ഇൻഇക്വാലിറ്റീസിന്റെ കേസിൽ നമ്മൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ചെയ്തിട്ട് റൈറ്റ് സൈഡ് പോസിറ്റീവ് ഉള്ള രീതിയിൽ എഴുതും. ഇവിടെ എന്താണ്? നമ്മൾ നെഗറ്റീവ് എങ്ങും പുറത്തെടുത്താൽ മൈനസ് എക്സ് ഇൻറ്റു 9x മൈനസ് 4 എന്ന് നമുക്ക് എഴുതാമെന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പൊ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ആദ്യം ഇത്രയും കാര്യമേ ഉള്ളെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ പോസിറ്റീവിൽ നിന്ന് തുടങ്ങും. അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്താണ്? 0 ഉണ്ട്, 4/9 ഉണ്ട്. ഇവൻ നോർമൽ ഒരു കേസ്, ഈ നെഗറ്റീവ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ പ്ലസ് ഇട്ട് തുടങ്ങും. ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഓപ്പോസിറ്റ് രീതിയിൽ തുടങ്ങുക, ഇവിടെ മൈനസ് ഇട്ട് തുടങ്ങുക. അടുത്തത് 4/9 ഓഡ് പവർ ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ട് തുടങ്ങുക. പിന്നെ വീണ്ടും 0-ൽ നിന്ന് മാറുമ്പോൾ മൈനസ് ഇട്ട് തുടങ്ങുക. ആ ഒരു ചേഞ്ച് വരുത്തണം ഈ നെഗറ്റീവ് ഓഫ് ഉണ്ടെങ്കിൽ. ഓക്കെ, കാരണം ഇത് ഇൻഇക്വാലിറ്റി അല്ല നമ്മൾ വരയ്ക്കുന്നത്, ഫംഗ്ഷന്റെ ഗ്രാഫ് ആണ് ഇവിടെ വരയ്ക്കുന്നത്. ഇവിടെ പോസിറ്റീവ് വരുന്ന ഇവിടെ വരുന്നുണ്ട് അല്ലെ, ഇവിടോട്ട് നെഗറ്റീവ് പോകുന്നുണ്ട്, ഇവിടോട്ട് നെഗറ്റീവ് പോകുന്നുണ്ട്. നമുക്കിപ്പം കാണാം ഡൊമെയിൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടെയും റേഞ്ച് എന്താ? ഇവിടെ നിന്ന് തുടങ്ങി നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു. അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഈ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെയിം തിങ്. ആ 4 എന്ന് പറയുന്നത് മിനിമം, ഇവിടെ മാക്സിമം വാല്യൂ ഉണ്ട്, അതായത് മൈനസ് ഡി ബൈ 4a.
അതായത് 4ac, d എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ആണ്, മൈനസ് d എന്ന് പറയുന്നത് എന്താണ് 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a, അതായത് 4 ഇൻറ്റു a വാല്യൂ എന്ന് പറയുന്നത് എന്താണ് -9, കാരണം a വാല്യൂ -9 ആണ്. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ഇല്ലാത്തത് കൊണ്ട് അത് 0 അല്ലേ, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ഇല്ലാത്തത് കൊണ്ട് അത് 0 ആണ്. മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 4a എന്ന് പറയുന്നത് 4 ഇൻറ്റു -9 ആണ് വീണ്ടും, അതായത് -16 ബൈ -36 അല്ലെ. 4ഉം ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് 4 ടൈംസ് നെഗറ്റീവും പോയി, സോ ഇത് 4/9 എന്ന് ബേസിക്കലി വരും. സോ y is equal to 4/9 ആണ് ഈ പോയിന്റ്. അതായത് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ, റേഞ്ച് എന്ന് പറയുന്നത് y ആക്സിസ് എവിടെ നിന്ന്, മാക്സിമം y ആക്സിസിൽ ഇവിടെ വരെ പോകുന്നു, താഴോട്ട് വിട്ടടിച്ച് പോകുന്നുണ്ട്. അതായത് നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് -∞ to 4/9 വരെ എത്തുന്നതായിട്ട് കാണാം. സോ ഇതായിരിക്കണം നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ, ഗ്രാഫും കാര്യങ്ങളും എല്ലാം ആയിട്ട് പറഞ്ഞ് എല്ലാം കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് നമ്മളെല്ലാം വെച്ചിട്ട് കളിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ എൻജോയ് ചെയ്യുക, ഈ ഗെയിം എൻജോയ് ചെയ്യുക, ഓരോ ക്വസ്റ്റിനും സമയമെടുത്ത് മനസ്സിലാക്കുക. ഫംഗ്ഷൻസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഫംഗ്ഷൻസും ട്രിഗ്നോമെട്രിയും ഇതാണ് ബേസ്. സെറ്റ്സ്, റിലേഷൻസ്, ഫംഗ്ഷൻസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 11th ലും 12th ലും നല്ല കട്ടയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും, JEE ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. y is equal to x സ്ക്വയറിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇങ്ങനെ ആയിരിക്കും അല്ലെ. y is equal to x സ്ക്വയറിന്റെ ഗ്രാഫ്. ഇനി ഓർക്കുക, y is equal to x power 4, y is equal to x power 8, ഇങ്ങനെ y is equal to x power 2n ന്റെ ഗ്രാഫ് എപ്പം കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക ഇതെല്ലാം സിമിലർ ആണ്, ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ പവർ കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ചും കൂടെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് x സ്ക്വയർ ആണെങ്കിൽ ഇത് x power 4 ആയിരിക്കും, ഇത് x power 6 ആയിരിക്കും, ഇത് x power 2n ആയിരിക്കും. പക്ഷെ സെയിം ഷേപ്പ് എല്ലാം എപ്പോഴും സെയിം ആയിരിക്കും എന്ന് ഓർത്തു വെക്കുക. y is equal to x square, x power 4, x power 6 എല്ലാത്തിനെയും ഗ്രാഫ്, കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഈ ഗ്രാഫിന്റെ കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സെയിം തിങ് അപ്ലൈസ് ഫോർ ഓഡ് പവർ ഓൾസോ. y is equal to x ക്യൂബിന്റെ ഗ്രാഫ് എല്ലാവരും വരച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ വരച്ചായിരുന്നു, എവിടെയാണ് ഫംഗ്ഷൻസ് പഠിച്ചപ്പോഴത്തേക്കും, ഫംഗ്ഷൻസിന്റെ NCERT. സോ y is equal to x ക്യൂബ് ഇങ്ങനല്ലേ. ഇത് സെയിം ആയിരിക്കും ഫോർ x power 5, സെയിം ഫോർ, കുറച്ചും കൂടി ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ അടിച്ചു പോകും. y is equal to x power 17, y is equal to x power 53, എല്ലാത്തിന്റെയും ഗ്രാഫിന്റെ ഷേപ്പ് സിമിലർ ആയിരിക്കും. സോ ഓഡ് പവർ ഉള്ള പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ എല്ലാം ഗ്രാഫ് ഇങ്ങനെ സിമിലർ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും എന്ന് ഓർക്കുക. വളരെ സിമിലർ ആയിരിക്കും, കാരണം x power 17 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ചിന്തിക്കരുത്, ഈ ഒരു ഷേപ്പ് ആയിരിക്കും എന്ന് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വളരെയധികം എളുപ്പമായിട്ട് വരും. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, വണ്ടർഫുൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമുക്കിനി ഫംഗ്ഷൻസിന്റെ കാര്യം അറിയാം. ഫംഗ്ഷൻസിൽ ഇപ്പൊ ഒരു ഫംഗ്ഷൻ എഫില് നിങ്ങൾക്ക് എലമെന്റ്സ് ലെറ്റ്സ് സേ 1ഉം 2ഉം 2ഉം 3ഉം 3ഉം 4ഉം ഉണ്ടെന്ന് വെച്ചോ. ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് വെച്ചോ. ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? എയിൽ നിന്നും ബിയിലേക്ക് നമ്മൾ മാപ്പിംഗ് വരയ്ക്കുന്നു. എയിലുള്ള എല്ലാ എലമെന്റ്സും, എവറി എലമെന്റ് ഇൻ എ ഷുഡ് ഹാവ് ആൻ ഇമേജ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് എവറി എലമെന്റ് ഇൻ എ ഷുഡ് ഹാവ് എ സിംഗിൾ ഇമേജ്, അതായത് എക്സ് വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇതല്ലേ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓർഡേർഡ് പെയർ മെത്തേഡ്. അതായത് റേഞ്ച് എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പഠിച്ചു, സെറ്റ് ഓഫ് ഇമേജസ്, സെറ്റ് ഓഫ് y വാല്യൂസ് ഓർ സെറ്റ് ഓഫ് ഇമേജസ് അല്ലെ. അതായത് സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഡൊമെയിൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് ഓഫ് എക്സ് വാല്യൂസ്, അതായത് ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷനെയാണ്, ഓർ പ്രീ ഇമേജസിന്റെ കളക്ഷനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഈ കാര്യവും നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് ഇമേജ് ഓഫ് 3 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിൽ എത്രയാ? 4. 3യുടെ ഇമേജ് ആണല്ലോ 4. അതേപോലെ തന്നെ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? 4. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഓഫ് 3 എന്താണെന്നാണ് ചോദിക്കുന്നത്. കാര്യം പിടിയില്ലോ. അതേപോലെ എഫ് ഓഫ് 2 എന്തെന്ന് വെച്ചാൽ, അതായത് x2 വന്നു കഴിഞ്ഞാൽ y വാല്യൂ എത്രയാണ്? 3 വരും എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ചില കേസുകൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കും, എഫ് ഇൻവേഴ്സ് ഓഫ് 3. എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇമേജ് ആയിട്ടുള്ള പ്രീ ഇമേജ് എത്രയാണ്? ഇൻവേഴ്സ് ഓഫ്, അതായത് എന്ത് ഇട്ട് കൊടുത്തപ്പോഴാണ് 3 വന്നത്? 2 ഇട്ട് കൊടുക്കുമ്പോഴല്ലേ 3 വന്നത്, x2 ആകുമ്പോഴാണ് 3 വരുന്നത്. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് 3 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണെന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഒരു നൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവല്ലേ. അതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് 2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 1 ആണ്. 2 വരുമ്പോൾ എക്സ് എന്തായിരുന്നു? എക്സ് 1 ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർത്തു വെക്കാവുന്നതാണ്. ഓക്കെ, പിടിയിട്ടിയല്ലോ? ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ അടുത്തത്
എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ നിന്നൊരു ഫംഗ്ഷൻ ആണോ എന്ന് ചോദിക്കുന്നത്. അതിന് പല മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ടു ഐഡന്റിഫൈ ഫങ്ഷൻസ്. ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഒരു എക്സിനെ എപ്പോഴും ഒരൊറ്റ വൈ കാണാൻ പാടുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാനിങ്ങനെ വരച്ചു പോയി കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് ഈ ഗ്രാഫിൽ വരയ്ക്കുക. ഈ വെർട്ടിക്കൽ ലൈൻസ് ഒരു ഗ്രാഫിനെ മോർ ദാൻ വൺ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ അല്ല. ഈ വെർട്ടിക്കൽ ലൈൻ ഒറ്റ പോയിന്റിലല്ലേ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒറ്റ പോയിന്റിൽ. സോ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്, ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിക്കുക. ചുമ്മാ വെർട്ടിക്കൽ ലൈൻസ് വരച്ചു നോക്കുക. ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ലൈൻ മോർ ദാൻ വൺ പോയിന്റിൽ ആ ഗ്രാഫിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല എന്ന് ഓർക്കുക. അപ്പൊ ഫംഗ്ഷൻ അല്ലാത്ത ഒരെണ്ണത്തിന്റെ എക്സാമ്പിൾ, നിങ്ങൾ ഇത് x² + y² = 4 എന്ന് പറയുന്ന ഒരു സർക്കിളിന്റെ ഗ്രാഫ് ആണെന്ന് നിങ്ങൾ സർക്കിൾസിൽ പഠിക്കും. ഇപ്പൊ ആലോചിച്ച് തലപോയണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതിന് വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ രണ്ട് പോയിന്റിൽ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. സോ ഇത് ഫംഗ്ഷൻ അല്ല. ഓക്കെ, സോ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റിലൂടെയാണ്. ഓക്കെ, ഈ കാര്യവും പിടികിട്ടിയല്ലോ. ഓക്കെ, ഫാന്റാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലെവൽ കൂട്ടിയാലോ. ലോഗരിതം ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ലോഗരിതം പഠിക്കാത്തവർ ലോഗരിതം കണ്ടിട്ട് വരിക, എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മോഡുലസ് വെച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, log of modulus of x plus y to the base 100 എന്ന് പറയുന്ന 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ solve for x and y. അടുത്ത് വേറൊരു കാര്യം തന്നിട്ടുണ്ട്, log of y to the base 10 minus log of modulus of x to the base 10 ഇത് equal to log of 4 to the base 100 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് x and y ആണ്. ഇപ്പൊ നമുക്കറിയാം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എക്സ് വെൻ എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലെ, മോഡുലസിന്റെ അകത്തുള്ള കാര്യം പോസിറ്റീവ് ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ എഴുതുന്നു. ആൻഡ് ഇറ്റ് ഇസ് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് വെൻ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0. ഈ കാര്യം അറിയാലോ. മോഡുലസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. നമ്മൾ വളരെ വാദോരാതെ കുറെ സംസാരിച്ചതാണ് അതിനെപ്പറ്റിയും, അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം log of modulus of x plus y to the base 100 1/2 ആണെങ്കിൽ ലോഗരിതം എല്ലാവർക്കും അറിയാലോ. അങ്ങനെ modulus of x plus y എന്താണ്? base raised to whatever is on the right side, 100 raised to 1/2, അതായത് root of 100. അതല്ലേ, അതായത് modulus of x plus y 10 എന്നല്ലേ ഇതിന്റെ അർത്ഥം, അല്ലെ. ആർഗ്യുമെന്റ് എന്ന് പറയുന്ന base raised to whatever is there on the right side എന്ന് എല്ലാവർക്കും അറിയാലോ. അതായത് മോഡുലസ് ഓഫ് x plus y 10 ആണെങ്കിൽ x plus y +10 ആയിരുന്നിരിക്കാം -10 ആയിരുന്നിരിക്കാം, അല്ലെ. മോഡുലസ് ഓഫ് എക്സ് 5 ആണെങ്കിൽ എക്സ് 5 ആയിരുന്നിരിക്കാം -5 ആയിരിക്കും. രണ്ട് കേസ് ആണെങ്കിലും മോഡുലസ് ഓഫ് എക്സ് 5 എന്ന് വരും, അല്ലെ. അതായത് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ 10 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ +or-10 ആയിരുന്നു കാണാമല്ലോ. ഈ കാര്യം പിടികിട്ടിയല്ലോ. പിന്നെന്താ നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിട്ടുണ്ട് log y to the base 10 minus log mod x to the base 10 is log of 4 to the base 100. log a minus log b log of a by b അല്ലേ. log of y divided by mod x to the base 10 is equal to, നമുക്ക് ഇനി ഒരു കാര്യം അറിയാലോ. ഈ 4 എന്ന് പറയുന്ന 2² 100 10² അല്ലേ, അല്ലെ. നിങ്ങൾക്കറിയാം ബേസിൽ പവർ ഉണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണം 1/2 കൊണ്ട്, അല്ലെ. ഈ ആർഗ്യുമെന്റിൽ പവർ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം അത്, അല്ലെ. ഈ 2 1/2 വെട്ടിപ്പോയിട്ട് ഇതെന്താണ്? log of 2 to the base 10. ഇപ്പൊ നമുക്ക് ടെക്നിക്കലി ഇപ്പൊ എന്ത് കിട്ടി? നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് log of y by mod x to the base 10 is equal to log of 2 to the base 10, അല്ലെ. ബേസ് 10 ബേസ് 10 ആയതുകൊണ്ട് നമുക്ക് log അങ്ങ് മാറ്റി കഴിഞ്ഞാൽ y by mod x is equal to 2 എന്ന് നമുക്ക് കിട്ടി. അതായത് y is equal to 2 mod x എന്നും നമുക്ക് കിട്ടി. ഈ കാര്യം കിട്ടിയല്ലോ. ഇപ്പം y is equal to 2 mod x ആണെങ്കിൽ നമുക്കറിയാം മോഡുലസ് ഓഫ് x is x when x is greater than or equal to 0. അതായത് y is equal to 2x when x is greater than or equal to 0, അല്ലെ. y is equal to 2x when x is greater than or equal to 0. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അല്ലെ. ഈ equal to 0 പറ്റുമോ? പറ്റില്ല. കാരണം അന്നേരം ഡിവിഷൻ ബൈ 0 വരും, y ഡിവൈഡഡ് ബൈ 0 വരും, അത് ഡിഫൈൻഡ് ആവത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ ഗ്രേറ്റർ ദാൻ മാത്രമേ പറ്റൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മളങ്ങ് കട്ട് ചെയ്യണം. അതായത് y is equal to 2x when x is greater than 0 and y is equal to
minus 2x when x is less than 0. Modulus of x is minus x when x is less than 0. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പിടികിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, y is equal to 2 mod x ഉണ്ട്, when x is greater than 0 y is equal to 2x എന്ന് എഴുതാം, when x is less than 0 y is equal to minus 2x എന്ന് എഴുതാം അല്ലെ. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് കേസുകൾ കൊണ്ടുവരാം. ഇതിന്റെ അകത്ത് രണ്ട് കേസുകൾ എന്തൊക്കെയാ? x plus y is equal to 10 എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും x plus y is equal to minus 10 ഉം, അതേപോലെ തന്നെ x plus y is equal to 10 ഉം x plus y is equal to minus 10. ഇങ്ങനെ 4 കേസുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞത് കുറച്ച് ലെങ്ത് ഓർ ഡിഫിക്കൽട്ടി കൂട്ടി കൊണ്ടുവരുവാണ്, സോ ദാറ്റ് യു റീച്ച് ദ ലെവൽ വെയർ യു ക്യാൻ ക്രാക്ക് JEE അഡ്വാൻസ്. അതാണ് എന്റെ എയിം. നിങ്ങൾ പ്ലസ് ടുവിനും പ്ലസ് വണ്ണിലും പോയിട്ട് എല്ലാവർക്കും 99% കിട്ടുന്ന പോലെ കിട്ടുക എന്നുള്ളതും അല്ല, ഇതിലൊന്നും അല്ല കാര്യം. JEE മെയിൻസിലും JEE അഡ്വാൻസിലും ഒക്കെ ക്രാക്ക് ചെയ്യുക. സോ JEE അഡ്വാൻസ്ഡ് വരുമ്പോഴത്തേക്കും തല പോയിക്കുന്ന കേസുകൾ ഇങ്ങനെ കുറെ വരും. നല്ല ടൈം എടുത്ത് എഫേർട്ട് ഇട്ട് പഠിക്കുക. ഐ എം ഷുവർ ദാറ്റ് കേരളത്തിലെ പിള്ളേരെല്ലാം പൊളിയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് റൈറ്റ് ഗൈഡൻസ് പല കേസുകളിൽ കിട്ടാത്തതുകൊണ്ടാണ്. ഐ എം ദെയർ ടു ഹെൽപ്പ് യു വിത്ത് മാത്തമാറ്റിക്സ്, സോ ലേൺ റിയലി വെൽ, ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ കേസുകൾ വന്നില്ലേ. അതായത് y എന്ന് പറയുന്നത് എന്താണ്? 2x, അതായത് x plus 2x is equal to 10. അതായത് 3x is equal to 10 എന്നും x is equal to 10/3 എന്നും വന്നു. if x 10/3 ആണെങ്കിൽ y എന്താണ്? 2 times of x 20/3. ഇതെല്ലാ കേസും സാറ്റിസ്ഫൈഡ് ആണല്ലോ. x greater than 0 ആണ്, എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അടുത്തത് x plus y എന്താണ്? -10 വരുന്ന കേസ്. സോറി, ഇത് x plus y -10 വരുവാണെങ്കിൽ y എന്താണ്? 2x, അതായത് 3x is equal to -10, അതായത് x is equal to -10/3. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലി ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? x -10/3 വന്നു where x is greater than 0. ഇത് പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഈ കേസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. കാരണം എക്സിന് കിട്ടിയ വാല്യൂ ആദ്യമേ തുടങ്ങിയ കണ്ടീഷനിൽ നിന്നും തന്നെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ഓൾറെഡി ആദ്യമേ തുടങ്ങിയത് തന്നെ x greater than 0 എന്നും പറഞ്ഞാണ്. പക്ഷെ x is equal to -10/3 എന്നാൽ പറ്റില്ല. ഓക്കെ, ഇവിടെ x plus y is equal to 10, അതായത് y is equal to minus 2x is equal to 10, അതായത് minus x is equal to 10, അതായത് x is equal to -10. x -10 വന്ന y എന്താണ്? y is equal to -2 into x, അതായത് -2 into -x, അതായത് 20 എന്ന് വന്നു. സോ x less than 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഈ വാല്യൂ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ വാല്യൂ നമ്മൾ എടുത്തു. ഇവിടെ ഇപ്പൊ x plus y is equal to -10 എടുത്തു കഴിഞ്ഞാൽ y is equal to -2x, അതായത് -x is equal to -10, അതായത് x is equal to 10. x 10 വന്നു. പക്ഷെ നമ്മൾ തുടങ്ങിയ കേസ് ഇവിടുത്തെ പോലെ തന്നെ, ഇവിടെ തുടങ്ങിയ കേസ് x less than 0 ആയിരുന്നു. x less than 0 ആകുമ്പോൾ x 10 വരാൻ പറ്റുമോ? പറ്റില്ല, നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ ഏതൊക്കെ വാല്യൂസ് അഡ്മിറ്റ് ചെയ്തു? ഇതും അഡ്മിറ്റ് ചെയ്തു, ഈ വാല്യൂവും അഡ്മിറ്റ് ചെയ്തു. ഈ രണ്ട് വാല്യൂസ് മാത്രമേ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് എക്സും വൈയുടെയും വാല്യൂസ് എന്താണ്? x 10/3, 20/3, x, y ഇങ്ങനെ വരാം. അല്ലെങ്കിൽ x എന്താണ്? -10 വരുമ്പോൾ y എന്ന് പറയുന്നത് 20 വരുന്നതായിട്ടും മനസ്സിലാക്കാം. അപ്പൊ ഈ രണ്ടുമാണ് x, y വാല്യൂസ്, x and y വാല്യൂസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. കുറച്ച് സമയം എടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് ചിന്തിച്ചു നോക്കുക, വീണ്ടും വീണ്ടും കാണുക. കാരണം ഈ ഒരു ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം മോഡുലസിലും ലോഗരിതത്തിലും ഒക്കെ സെറ്റ് ആയി തുടങ്ങിയെന്ന് അർത്ഥം. ഓക്കെ, നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും അറ്റ്ലീസ്റ്റ് ഒരു 5-6 മണിക്കൂർ ഞാൻ നിങ്ങൾ ഫംഗ്ഷൻസ് പഠിപ്പിക്കും. അതിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കും, പേടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാനുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ഓക്കെ, അടുത്ത കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, GIF ഫംഗ്ഷൻ ഓർ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ നമ്മൾ NCERT പാർട്ടിൽ പഠിച്ചു. അതിന്റെ ചെറുതായിട്ടൊന്ന് പഠിച്ചു പോകാം. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്താണെന്ന്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കാണും ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 2.1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഗിവൺ നമ്പർ. 2.1ൽ നിന്ന് ഇവിടെ 2.1 ആണെങ്കിൽ ദ ഇന്റീജർ വിച്ച് ഇസ് ലോവർ ദാൻ 2.1 അതേതാണ്? 2 ആണ്. അതായത് നമ്പർ ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് 2.1, ദ ഫസ്റ്റ് ഇന്റീജർ ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് 2.1 അതേതാണ്? 2. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 2.1 എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 5.15, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 5.15 എത്രയാണ്? 5. കാരണം 5.15 ഇതാണ്. ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് 5.15 വാട്ട് ഇസ് ദ ഫസ്റ്റ് ഇന്റീജർ? 5 അല്ലേ? അങ്ങനെ ഓർത്താതെ. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് -1.5 എത്രയാണ്? ഇവിടെ 0, ഇവിടെ -1, ഇവിടെ -1.5, ഇവിടെ -2. വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലോവർ ദാൻ -1.5? അത് -2 ആണ്. നെഗറ്റീവ് നമ്പേഴ്സിന്റെ കേസിൽ നിങ്ങൾ ഓർക്കുക,
നമ്പർ കൂടി വരുമ്പോൾ വാല്യൂ കുറഞ്ഞു വരും അല്ലെ. സോ ഇതെന്ന് പറയുന്നത് -2 ആണ്, -1 എന്ന് എഴുതിയാൽ പൊട്ടത്തെറ്റാവും. അപ്പൊ ഈസിയസ്റ്റ് വേ എന്താണ്, നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക -1.5 അതിന്റെ ലെഫ്റ്റിലോട്ടുള്ള ഏറ്റവും അടുത്തുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക. അതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ, നേരത്തെ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു, ഇവിടെ കേർലി ബ്രാക്കറ്റ്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2.13 എന്താണ്, 0.13 ആണ്, അതാണ് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 5.27 എന്താണ്, 0.27 ആണ്. ഫ്രാക്ഷണൽ പാർട്ട് ഇന്റീജർ പാർട്ട് അല്ല, ഫ്രാക്ഷൻ എവിടെയാണോ വരുന്നത് അത്. പക്ഷെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കേസിൽ ഇവിടെയും കളി മാറും. -1.6ന്റെ ഫ്രാക്ഷണൽ പാർട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 1 മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1.6 കണ്ടു കിട്ടണം. ഓക്കെ, സോ 1 മൈനസ് 0.6 അതായത് 0.4 എന്ന് വരും ഫ്രാക്ഷണൽ പാർട്ട്. ഇപ്പൊ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് -20.75 ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 1 മൈനസ് ദ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 20.75 അതായത് 1 മൈനസ് 0.75 എന്ന് വരും, അതായത് 0.25 എന്ന് വരും. ഓർത്തു വെക്കുക, ഫ്രാക്ഷണൽ പാർട്ട് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഫ്രാക്ഷണൽ പാർട്ട് എന്തുകൊണ്ടാണ് നെഗറ്റീവ് നമ്പറിന്റെ കേസിൽ ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ആവശ്യം വരുമ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഏതൊരു നമ്പർ എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ പാർട്ട് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട്. എങ്ങനെ എഴുതിക്കൂടെ, അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ പാർട്ട് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട്. എക്സാമ്പിൾ, ഇപ്പൊ 2.13 അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ പാർട്ട് 2ഉം ഫ്രാക്ഷണൽ പാർട്ട് 0.13 ഇങ്ങനെ എഴുതാമല്ലോ. സോ ഇങ്ങനെ ഓർത്തു വെക്കുക, ഏതൊരു നമ്പറിനെയും ഗ്രേറ്റസ്റ്റ് ഇന്റീജർ പാർട്ട് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് എഴുതാം. ഇപ്പൊ ഒരു ഫംഗ്ഷൻ, ഇപ്പൊ ഒരു log x ന് നമുക്ക് എന്ത് എഴുതാം, അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് log x പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് log x എന്നും എഴുതാമെന്ന് നിങ്ങൾ ഓർക്കുക. log x ഏതോ ഒരു നമ്പർ ആണല്ലോ, ഏതൊരു നമ്പറിനെയും ഇങ്ങനെ എഴുതാമെന്നും ഉള്ളൊരു ഇൻസൈറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും, പതുക്കെ മനസ്സിലാക്കി തുടങ്ങും, പേടിക്കേണ്ട, ഇതൊന്നും കണ്ട് ഞെട്ടണ്ട. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവരും JEE ക്രാക്ക് ചെയ്യാനുള്ള ലെവൽ എത്തും. നിങ്ങൾ എന്റെ കൂടെ ഒരു 100 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, അപ്പൊ എന്റെ മെത്തേഡിലേക്കും നിങ്ങൾ ഒരു JEEയുടെ ഒരു ലെവലിലേക്ക് എത്തി തുടങ്ങുന്ന അപ്പോഴാണ്. ഓക്കെ, സോ കുറച്ച് സമയം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ച് ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ഫംഗ്ഷൻസ് പലതരമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർത്തു വെക്കാറുണ്ട് പലരും. 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിക്കുമ്പോഴും ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ ഇങ്ങനെയൊക്കെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് ഓർക്കും. ഒരു ഷോർട്ട് കട്ട് ആണ്. ഓക്കെ, സോ അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യാം. ഓൾജിബ്രൈക് ഫംഗ്ഷൻ, ഈ എ എന്ന് പറയുന്നത് ഓൾജിബ്രൈക് ഫംഗ്ഷൻ ആണ്. ബാക്കിയുള്ളത് ILTE എന്ന് പറയുന്നതിനെ ട്രാൻസെൻഡന്റൽ എന്ന് നമുക്ക് വിളിക്കാറുണ്ട്. ചിലപ്പോൾ പേരൊന്നും ഓർക്കണമെന്നില്ല. I stands for ഇൻവേഴ്സ് ഫംഗ്ഷൻസ്, അതൊക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കും. L stands for ലോഗരിതം വരുന്ന ഫംഗ്ഷൻസ്. T stands for ട്രിഗ്നോമെട്രി വരുന്ന ഫംഗ്ഷൻസ്, വളരെ ഇമ്പോർട്ടൻസ് ആണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ആൻഡ് E stands for എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഈ ഓൾജിബ്രേക്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. പോളിനോമിയൽ ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കും, റാഷണൽ ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കും, ഇറാഷണൽ ഫംഗ്ഷൻസിനെ പറ്റി നമ്മൾ പഠിക്കും, പീസ് വൈസ് ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കും. പീസ് വൈസ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കും. പീസ് വൈസ് ഫംഗ്ഷനിലും നമ്മൾ പലതരമുണ്ട്. ആദ്യം നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ ഓൾറെഡി കുറെ പഠിച്ചു. പിന്നെ സിഗ്നം ഉണ്ട്, NCERT നമ്മൾ ഇത് കണ്ടു. NCERT കണ്ടിട്ടില്ലാത്തവർ പഠിക്കുക. പിന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ പീസ് വൈസ് ഓർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. പീസ് വൈസ് ഫംഗ്ഷൻ ഓർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആയിട്ട് വരും. ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഈ ഇൻവേഴ്സും ട്രിഗ്നോമെട്രിക്കും നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചതിന് ശേഷം പഠിക്കുന്നതായിരിക്കും. ബാക്കി എല്ലാത്തിനെയും കുറിച്ച് നല്ലൊരു ഐഡിയ ഇപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ f of x is equal to, f of x നെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കാറുണ്ട്. അത് x³ ആണ്, x is less than 0 ഒരു വാല്യൂ എടുത്താൽ. 3x minus 2 ആണ് 0 less than or equal to x less than or equal to 2 എടുത്താൽ. ആൻഡ് x² plus 1 ആണ് x greater than 2. ഇതാണ് ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതായത് ഓരോ റേഞ്ചിലും എക്സിന്റെ ഓരോ വാല്യൂവിനും ഫംഗ്ഷനെ വേറെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് -1 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 3. ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഈ എക്സ് വാല്യൂ -1 എടുക്കുക. ഈ -1 എവിടെയാ വരുന്നത്? എക്സ് ലെസ് ദാൻ 0-യിലല്ലേ വരുന്നത്. അന്നേരം ആ ഫംഗ്ഷനിൽ കൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു -1 ഇട്ട് കൊടുക്കുക. അതായത് -1 ദ ഹോൾ ക്യൂബ് എന്ന് വരും. കാര്യം പിടിയിട്ടില്ല എങ്ങനെ ചെയ്യുന്നതെന്ന്. പ്ലസ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലല്ലേ, 0-ക്കും 2-ലും വരയ്ക്കുക. അന്നേരം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്. അന്നേരം എന്തെന്ന് പറയുന്നത് 3 × 1 - 2 എന്ന് വരും. അല്ലെ, എഫ് ഓഫ് എക്സ് 3x - 2 ആണെങ്കിൽ എഫ് ഓഫ് 1 എന്ന് പറയുന്ന wherever there is x you should put 1. അതായത് 3 × 1 - 2 എന്ന് വരും. പ്ലസ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് when x is greater than 2, 3 വാല്യൂ ഇവിടെ x is equal to 3 ഇട്ട് കൊടുക്കുക. സോ 3² + 1 ഈ ഫംഗ്ഷനെ എടുക്കുക. കാര്യം പിടിയിട്ടുള്ള ഡിഫൈൻഡ് ഫംഗ്ഷനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്ന്? -1 the whole cube is -1, 3 - 2 is 1, 9 + 1 is 10. So the final answer will become 10. അല്ലെ, സോ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെയാണ്. ഡിഫൈൻഡ് ഫംഗ്ഷന്റെ ഒരു എക്സാമ്പിളും നമ്മൾ പഠിച്ചു. ഇവിടുത്തെ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് എഴുതി. ഇതാണ് നമ്മുടെ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതേ ചോദ്യത്തിന് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഫൈൻഡ് എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു -5. എക്സ് ഇസ് ഈക്വൽ ടു -5 എവിടെയാ? ലെസ് ദാൻ 0 അല്ലേ. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ക്യൂബ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതണമെന്ന് ഓർക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻഡ് ഫംഗ്ഷനെ ഉപയോഗിക്കുന്നത്. കാര്യം പിടികിട്ടി വരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾറൈറ്റ്. ഇത്രയും കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് നമുക്ക് വീണ്ടും പണി തുടങ്ങാം. അടുത്ത നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നതാണ്. ഞാൻ എല്ലാത്തിനും വളരെ ഫംഗ്ഷൻസിന് മൊത്തത്തിലൊരു വലിയ ബുക്ക് കൊണ്ട് തന്നെ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം പഠിപ്പിക്കാനായിട്ട് പേടിക്കണ്ട. എല്ലാം നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത് തന്നെയാണ്. ഓക്കെ, എല്ലാ ടൈപ്പിലുള്ളതും. ഓക്കെ, അപ്പൊ നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻസിലേക്ക് കിടക്കാം. പോളിനോമിയൽ എന്താണെന്നൊക്കെ നിങ്ങൾ 9ാമത്തെ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണല്ലോ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്താണ്? ഒരു ഫംഗ്ഷൻ ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 x raised to n പ്ലസ് a1 x raised to n-1 പ്ലസ് a2 x raised to n-2 പ്ലസ് എക്സെട്ര പ്ലസ് an എന്ന് പറയുന്ന ഒരു രീതിയിൽ വരുന്ന എക്സാമ്പിൾ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ടേം മാത്രം വന്നു കഴിഞ്ഞാൽ പോളിനോമിയൽ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു an-1 into x പ്ലസ് an എന്ന് പറഞ്ഞാൽ സെയിം ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു an-2 into x² പ്ലസ് an-1 into x പ്ലസ് an. ഇതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇതൊരു ലീനിയർ ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാം ഈ സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻ ഒക്കെ അറിയാലോ, സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ പോളിനോമിയൽ ഒക്കെ. ഒന്നും കൂടെ റീകളക്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അതോടൊപ്പം പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x² + 7x - 9 ഇതും ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലെറ്റ്സ് സേ 3x² + 2x - x + 4 ഇതൊരു ക്യൂബിക് ഫംഗ്ഷൻ ആണ്. അതോടൊപ്പം തന്നെ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇങ്ങനത്തെ എല്ലാ കേസുകളും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x raised to 17 - 4x + 1 ഇതും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇടയ്ക്കുള്ള ടേംസ് എല്ലാം വേണമെന്ന് നിർബന്ധമില്ല. കോഎഫിഷ്യൻസ് എക്സെപ്റ്റ് ഫോർ ദ ലാർജസ്റ്റ് ടേം എല്ലാം തന്നെ 0 ആയി പോവാവുന്നതാണ്. ഓക്കെ ഓക്കെ ഓഡ് പവർ ഓഫ് എക്സ് വരുന്നതിനെ എല്ലാം ഓഡ് പോളിനോമിയൽ എന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം ഒരു ഓഡ് പോളിനോമിയൽ ആണ്. ഓക്കെ, ഈവൻ പവർ ഓഫ് എക്സ് വരുന്നതിനെല്ലാം ഈവൻ പോളിനോമിയൽ. ഇത് ഈവൻ പോളിനോമിയൽ ആണ്. ഇത് ഓഡ് പോളിനോമിയൽ ആണ്. ഇത് ഓഡ് പോളിനോമിയൽ ആണ്. 17 ഓഡ് നമ്പർ ആയതുകൊണ്ട്. സോ ഈവൻ പോളിനോമിയലും ഓഡ് പോളിനോമിയലും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ റേഞ്ചും ഡൊമൈനും എഴുതാനായിട്ട്. റേഞ്ച് ഓഫ് ഓഡ് ഡിഗ്രി പോളിനോമിയൽസ് is always set of real numbers. Odd degree polynomials ഇങ്ങനെ അങ്ങ് വിട്ടടിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോയി റേഞ്ച് പോത്തേ ഉള്ളൂ. ഓക്കെ, റേഞ്ച് എപ്പോഴും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. y is equal to x ഒരു ഓഡ് പോളിനോമിയൽ ആണ്. നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. റേഞ്ച് ഇങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുമല്ലേ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ y is equal to ax plus b യുടെ ഗ്രാഫ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ y is equal to ax plus b ഗ്രാഫ് വരച്ചാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ലേ. ഇതിങ്ങനെ y വാല്യൂ ഇങ്ങനെ വിട്ടടിച്ച് പൊക്കോണ്ടിരിക്കുമല്ലേ രണ്ട് സൈഡിലും. അതായത് റേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ്. ഓക്കെ, വണ്ടർഫുൾ.
അങ്ങനെയാണെങ്കിൽ y is equal to ax square plus bx plus c. നമുക്കറിയാം ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു മിനിമം വാല്യൂ വരുന്നത് എവിടെയാണ് -d/4a ഇത് കണ്ടുപിടിക്കുക. സോ -d/4a ടു ഇൻഫിനിറ്റി വരെ ഇത് വരും. പിന്നെ തിരിച്ച് ഇങ്ങനത്തെ ഒരു ഗ്രാഫും പറ്റും. അതില് എന്താ പറ്റുന്നത്, ഇത് -ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്, എവിടെ വരെ വരും, -d/4a വരെ മാക്സിമം വാല്യൂ. ഇങ്ങനെ ഇതിന്റെ റേഞ്ച് എഴുതാൻ പറ്റും. എവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നു, നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് അത് കണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഇതെല്ലാം ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ y is equal to ax cube plus bx square plus cx plus d വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വിട്ടടിച്ചു പോകുന്ന 1 2 3 റൂട്ട്സ് ഉള്ളത് ഇങ്ങനെയും വിട്ടടിച്ചു പോകും, ഇങ്ങനെയും വിട്ടടിച്ചു പോകില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ട് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഡിഗ്രി 2 ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒരു പ്രാവശ്യം ഈ ഗ്രാഫ് ഇങ്ങനെ ടേൺ എടുക്കുന്നില്ലേ, അതേപോലെ തന്നെ ഡിഗ്രി 3 വരുമ്പോൾ 1 2 പ്രാവശ്യം ടേൺ എടുക്കും ഡിഗ്രി 3 വരുമ്പോൾ. സോ ഡിഗ്രി 2 വരുമ്പോൾ 1 ടേൺ, ഡിഗ്രി 3 വരുമ്പോൾ 2 ടേൺസ് എടുക്കും ഗ്രാഫ്. അതേപോലെ തന്നെ ഡിഗ്രി 4 വരുമ്പോൾ 3 ടേൺസ് എടുക്കും. ഇതൊക്കെ മാക്സിമയും മിനിമയും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാൽക്കുലസ് പാർട്ട് വരുമ്പോഴത്തേക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം ആരെങ്കിലും ഒരു ഗ്രാഫ് ax⁴ പ്ലസ് bx³ പ്ലസ് cx² പ്ലസ് dx പ്ലസ് c വരച്ച ഇതിൽ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 ചേഞ്ച് 2 ചേഞ്ച് 3 ചേഞ്ച് ഇങ്ങനെ പോകുന്നു മനസ്സിലാക്കാം അല്ലെ, ഒരു അപ്രോക്സിമേറ്റ് ഗ്രാഫ് 3 ചേഞ്ചസ് ഉണ്ടാകും എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് ഒരു f(x) is equal to ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിന് 2 റൂട്ട്സ് ഉണ്ടല്ലോ, ആൽഫയും ബീറ്റയും. നിങ്ങൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്തുള്ള ഫോമിൽ എന്താ വരുന്നത്, a ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്നല്ലേ ഇതിന്റെ ഫാക്ടറൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. a ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്നുള്ള ഫോമിൽ നിങ്ങൾക്ക് എഴുതാമെന്ന് ഓർക്കുക. അതേപോലെ തന്നെ ഇപ്പൊ f(x) is equal to ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d, ഇതിന് 3 റൂട്ട്സ് ആണ്, ആൽഫ ബീറ്റ ഗാമ. അന്നേരം ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ a ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ഗാമ എന്ന് എഴുതാമെന്ന് നിങ്ങൾക്കറിയാലോ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെല്ലാം ഫാക്ടറൈസ് ചെയ്യാമെന്ന് ഓർക്കുക. ആൽഫ ബീറ്റ ഗാമ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാനുള്ള നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ടോ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോ അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതേപോലെ തന്നെ if f(x) is equal to in general a0 x raised to n plus a1 x raised to n minus 1 plus etc plus an എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 എക്സെട്ര എക്സ് മൈനസ് ആൽഫ n എന്ന് എഴുതാമെന്ന്. ഇത്രയും റൂട്ട്സുകൾ കാണും. nth ഡിഗ്രി പോളിനോമിയലിന് n റൂട്ട്സ് കാണുമല്ലോ. സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട്സ് ഉണ്ട്, ക്യൂബിക് ഇക്വേഷന് 3 റൂട്ട്സ് ഉണ്ട് അല്ലെ. സോ ഇങ്ങനെ വരയ്ക്കാമെന്ന്, ഇങ്ങനെ മനസ്സിലാക്കാമെന്ന് ഓർത്തു വെക്കേണ്ടതാണ്. ഓക്കെ, ഓക്കെ, ഇന്ന് നമ്മൾ കുറെ കവർ ചെയ്യാനുണ്ട്. ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. ഓക്കെ, ബ്രേക്ക് വേണ്ടവർ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് ഇപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഗ്രാഫിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ക്വാഡ്രാറ്റിക് ഗ്രാഫ്, ഇപ്പൊ നിങ്ങൾ ഒരു ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് 4 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം നമുക്കറിയാം 2 ഈക്വൽ റൂട്ട്സ് ഒരു ഗ്രാഫിന് വരാമല്ലോ ക്വാഡ്രാറ്റിക് ഇക്വേഷന്. സോ ഇതിന് ഈക്വൽ റൂട്ട്സ് വരുന്നതല്ലേ അർത്ഥം. വേറെവർ ഈ റൂട്ട് എന്ന് പറയുന്നത് ഗ്രാഫിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത് വേറെവർ ഇറ്റ് മീറ്റ്സ് ദ എക്സ് ആക്സിസ്, അതാണ് റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ ഒരൊറ്റ സ്ഥലത്തെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 2 റൂട്ട്സും സെയിം ആയിരിക്കണം. അതായത് f(x)നെ a ഇൻറ്റു എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമെന്നുള്ള ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലെ. കാരണം ഇവിടെ 2 ഈക്വൽ റൂട്ട്സ് ആണ്, 4 തന്നെയാണ് 2 റൂട്ട്സും, പക്ഷെ ഇതൊരു ക്വാഡ്രാറ്റിക് ഗ്രാഫുമാണ്. അപ്പൊ ഈ ഫംഗ്ഷനെ നമുക്ക് a ഇൻറ്റു എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമെന്ന് നിങ്ങൾ ഓർക്കണം. ഗ്രാഫിൽ നിന്ന് ഒരു ഇക്വേഷൻ എങ്ങനെ അസ്യൂം ചെയ്യാമെന്നുള്ളത് കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് റൂട്ട്സ്, ഓർ നോട്ട് ചെയ്ത് നോക്കുക, ടച്ച് മീൻസ് റിപ്പീറ്റഡ് റൂട്ട്സ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ റേഞ്ച് എന്തായിരിക്കും, റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ y 0-ൽ നിന്ന് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. സോ ഇത് 0 to ഇൻഫിനിറ്റി ആണെന്നും എഴുതാൻ പറ്റും റേഞ്ച് എന്ന് പറയുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വെച്ചോ. ഇപ്പൊ ഇങ്ങനെ വന്നു, ഇങ്ങനെ മുട്ടി, ഇങ്ങനെ പോയി. ഇവിടെ 2ഉം വന്നു, ഇവിടെ 4ഉം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇവിടെ മീറ്റ് ചെയ്യുന്നു. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് എഴുതിക്കൂടെ? കാരണം 2ൽ 2 പ്രാവശ്യം റൂട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇതിന് 4 റൂട്ട് ആണെങ്കിലും ഇങ്ങനെ തന്നെ പറ്റുമല്ലോ സാർ. പറ്റും. സോ ഓർത്ത് വെക്കുക, ഇറ്റ് കുഡ് ബി എനി ഈവൻ പവർ. ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. എക്സ് മൈനസ് ടു ദ ഹോൾ പവർ 4 ഇൻറ്റു എക്സ് മൈനസ് 4ഉം ആകാം, എക്സ് മൈനസ് ടു ദ ഹോൾ പവർ 6ഉം ആകാം. ആ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ബിക്കോസ് എ ഇൻറ്റു എക്സ് മൈനസ് 6 ടു ദ ഹോൾ പവർ 4 ഇൻറ്റു എക്സ് മൈനസ് 4 ആണെങ്കിലും ഇവിടെ ഇങ്ങനെ തന്നെ ടച്ച് ചെയ്തിട്ടല്ലേ പോകത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഫൈൻ. ഇത് ഇതിന്റെയൊക്കെ യൂസ് എവിടെ വരും എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷനിലും ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനിലും ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രാഫുകൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യാൻ പറ്റും. സോ സമയമെടുത്ത് ഇതൊക്കെ ഒന്ന് മനഃപ്പാഠമാക്കുക, കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ഐഡന്റിറ്റി ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y is equal to x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 45 ഡിഗ്രി ഉണ്ടാക്കി പോകുന്ന y is equal to x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ, അല്ലെ? ഇതൊരു 45 ഡിഗ്രി. ഇതിന്റെ ഡൊമെയിൻ ചോദിക്കുവാണെങ്കിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം. എക്സ് വാല്യൂ എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. റേഞ്ച് ചോദിക്കുവാണെങ്കിൽ അതും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഐ ആൻഡ് സബ്സ്ക്രിപ്റ്റ് എ എന്നോ ഐ ആൻഡ് സബ്സ്ക്രിപ്റ്റ് ബി എന്നോ വന്നു കഴിഞ്ഞാൽ അതായത് ഐ ഇസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇൻ എ ഡിഫൈൻഡ് ഓൺ എ ഓർ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് ബി എന്നാണ് അർത്ഥം. ഈ നൊട്ടേഷൻസ് ഒക്കെ മനസ്സിലാക്കുക. നിങ്ങൾ ജെഇക്കൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ നൊട്ടേഷൻസ് മാത്രമേ ചിലപ്പോൾ കാണത്തുള്ളൂ. സോ ക്യാപിറ്റൽ ഐ ആൻഡ് സബ്സ്ക്രിപ്റ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ സെറ്റ് എ എന്നാണ് അർത്ഥം. ക്യാപിറ്റൽ ഐ ആൻഡ് സബ്സ്ക്രിപ്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ സെറ്റ് ബി എന്നാണ് അർത്ഥം എന്ന് ഓർക്കുക. നമുക്കൊരു ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 വേർ എക്സ് ലൈസ് ബിറ്റ്വീൻ 2 and 3 an ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണോ? എക്സ് 2നും 3ക്കും ഇടയ്ക്ക് ഇതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണോ എന്നാണ് അർത്ഥം. 2നും 3ക്കും ഇടയ്ക്ക് നമുക്കറിയാം എക്സ് ഇപ്പൊ ഒരു 2.5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 3 മൈനസ് എക്സ് ആവും. 2നും 3നും ഇടയ്ക്കുള്ള വാല്യൂ 2.5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണ്. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 ആണ്. അതേപോലെ 2.5 ഇട്ട് കൊടുത്താൽ ഇതും പോസിറ്റീവ് ആണ്. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 തന്നെയാണ്. ഇങ്ങനെയല്ലേ ഈ 2നും 3ക്കും ഇടയ്ക്ക് നമ്മൾ ഗ്രാഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവ് ഓഫ് എടുക്കുക, അല്ലെ? പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതുക. സോ മൈനസ് എക്സും എക്സും പോയി, മൈനസ് 3യും പ്ലസ് 3യും പോയി, ഫൈനലി എക്സ് എന്ന് പറഞ്ഞു. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ് ബിറ്റ്വീൻ 2 and 3. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓർ വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഫംഗ്ഷൻ ആണ്? അതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് വന്നു. കാര്യം പിടികിട്ടിയല്ലോ? ഇതൊരു ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇവിടെ ഓർക്കുന്നത്. ഓക്കെ, അടുത്തത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്നോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √3 എന്നൊക്കെ തന്നെ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് എക്സ്, വൈ വാല്യൂ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 100 എന്താണ്? 5 തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. എഫ് ഓഫ് 1 lakh എന്താണ്? എഫ് ഓഫ് 1 lakhും 5 തന്നെയായിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എക്സ് വാല്യൂ ഗോസ് ഇൻസൈഡ് യു വിൽ ഗെറ്റ് ദ സെയിം വാല്യൂ, സെയിം ഔട്ട്പുട്ട്. അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാര്യം പിടിയിട്ടുള്ള കോൺസ്റ്റന്റ് ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലായല്ലോ. എന്ത് എക്സ് ഇട്ട് കൊടുത്താലും ഐ ഡോണ്ട് കെയർ. നമ്മുടെ ശ്രീനിവാസ് അല്ല, നമ്മുടെ ഇന്നസെന്റ് ഒരു സിനിമയ്ക്ക് അത് ഇപ്പം പൊട്ടിക്കും എന്ന് പറയുമ്പോൾ ആ പൊട്ടിക്കടാന്നും പറഞ്ഞ് നിൽക്കത്തില്ലേ? അതേപോലെയാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നീ എന്തൊക്കെ എന്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, ഐ ആം ഡിറ്റർമിൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ.
ഓക്കെ, സെയിം ആയിട്ടാണ് അതിന്റെ ഗ്രാഫ് എന്താണ്, പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ട് പോകുന്ന ഒരു ഗ്രാഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ പവർ 4x divided by cos power 4x plus sin square x, ഇങ്ങനെയാണെങ്കിൽ find f of 2015, f of 2015 എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ എഫ് ഓഫ് എക്സിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കോസ് സ്ക്വയർ എക്സ് അവിടെ തന്നെ കിടക്കട്ടെ, സൈൻ റേസ്ഡ് 4x നെ സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതിക്കൂടെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അവിടെ തന്നെ കിടക്കട്ടെ അല്ലെ. This is equal to cos square x plus sin square x നെ 1 minus cos square x എന്ന് എഴുതാം. അതായത് 1 minus cos square x the whole square divided by denominator എന്ന് എഴുതാമല്ലോ. കാര്യം ഇത്രയും പിടിയിട്ടുള്ള 10th സ്റ്റാൻഡേർഡ് ട്രിഗ്നോമെട്രി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 10th സ്റ്റാൻഡേർഡ് ട്രിഗ്നോമെട്രി അറിയാത്തവർ റിവൈസ് ചെയ്യുക, നമ്മൾ മെയിൻ ട്രിഗ്നോമെട്രിയിലേക്ക് കടക്കുമ്പോൾ അത് യൂസ് ചെയ്യും. This is equal to cos square x plus നിങ്ങൾക്ക് a minus b the whole square എന്ന് പറയുന്നത് a square minus 2ab plus b square അല്ലേ. a square minus 2ab അതായത് 2 cos square x plus b square അതായത് cos raised to 4x വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വന്നു അല്ലെ. ഈ cos square x ഉം ഒരു cos square x ഉം വെട്ടിപ്പോയി, അതായത് ഇത് 1 minus cos square x ആയി. 1 minus cos square x sin square x അല്ലേ, അതായത് sin square x plus cos raised to 4x ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്, cos raised to 4x plus sin square x അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വെട്ടിപ്പോയല്ലോ. സോ എഫ് ഓഫ് എക്സ് സോൾവ് ചെയ്തപ്പോൾ ഇത് നത്തിങ് ബട്ട് 1 ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ എഫ് ഓഫ് 2015 എന്തായിരിക്കും, അതും 1 തന്നെ ആയിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എക്സ് വാല്യൂ ഗോസ് ഇൻ, യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 1 itself. കാര്യം മനസ്സിലായോ? എല്ലാവർക്കും കാര്യം പിടികിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇതൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, if f of x is equal to modulus of x minus 1 plus modulus of x minus 5, is it a constant function between x and 5? Is it a constant function? f of x 1 നും 5 നും ഇടയ്ക്ക് ഉള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ, let's put 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആകും അല്ലെ. ഇത് നെഗറ്റീവ് വരുവാണെങ്കിൽ ഇത് 5 മൈനസ് എക്സ് എന്ന് എഴുതാലോ. 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആകും, അതായത് ഇത് x മൈനസ് 1 എന്ന് എഴുതാലോ. എക്സും ഇതും വിട്ടിപ്പോയി. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് ഡെഫിനിഷൻ കിട്ടി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണല്ലോ. സോ 1 നും 5 നും ഇടയ്ക്ക് ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ 4 ആണ്. അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷനുമാണ്, കാരണം ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുന്നുണ്ട്. സോ എഫ് ഓഫ് 3യും എന്തായിരിക്കും, അത് 4 തന്നെ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ 1 and 5 ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 1.5 നിങ്ങൾക്ക് 4 എന്ന് തന്നെ കിട്ടും. ഇതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം എല്ലാവർക്കും പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ചാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കാം. സോ ഇത്രയും പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക, അതിനുശേഷം മുന്നോട്ട് പോകാം. ഇന്ന് തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഇടുന്നതാണ്. So don't worry, be happy, like, share and subscribe, keep learning. So functions കാണുമ്പോൾ കിളി പോയി തുടങ്ങുന്നവരെ പേടിക്കേണ്ട, കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാം കേരളത്തിലെ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും, ഞാൻ പണ്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുള്ള ഫംഗ്ഷൻസ് 2 മണിക്കൂറിൽ പഠിപ്പിച്ചു തീർത്തു. പിന്നീട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ NIT-യിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ള ഒരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചായിരുന്നെങ്കിൽ പല ചോദ്യങ്ങളും ഇച്ചിരി കൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുന്നത്. സോ ആ കഷ്ടപ്പാട് ഇനി കേരളത്തിലുള്ള ഒരു സ്റ്റുഡൻസിനും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് കോട്ടയുടെ ലെവലിലോ നാരായണ ചൈതന്യ ലെവലിലോ ആന്ധ്രാപ്രദേശിലോ പഠിപ്പിക്കുന്ന ലെവലിനെക്കാട്ടിലും മുകളില് കട്ടയ്ക്ക് കേരളത്തിലെ ഏത് സ്റ്റുഡന്റും പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്റ്റുഡന്റും ജെയുടെ വളരെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള കോഴ്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ പോട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും വളരട്ടെ. വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.